അല്ലെങ്കിൽ ഈ അടുത്ത് ഒരു കാര്യം ഇതിങ്ങനെ ഇങ്ങനെയൊക്കെ ആണല്ലേ. ലൈക്ക് നമ്മള് ഒരുപാട് കാര്യങ്ങള് ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്. പക്ഷെ ചില ഒരു സമയം കഴിഞ്ഞിട്ടാണ് ചില കാര്യങ്ങൾ നമുക്ക് അതിന്റെ ഒരു ടേം മനസ്സിലാവുക, അല്ലെങ്കിൽ അതിന്റെ ഒരു ഫാക്ട് മനസ്സിലാവുക. സോ ഞാൻ അങ്ങനെ റിയലൈസ് ചെയ്തപ്പോ ആ ഒരു കാര്യം നിങ്ങളോടും കൂടെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യണം തോന്നി. അതുകൊണ്ടാണ് ഇന്നത്തെ എന്റെ ഒരു ടോപ്പിക് ഹാപ്പിനെസ് വേഴ്സസ് പ്ലഷർ എന്നുള്ള ഒരു ടോപ്പിക് എടുത്തത്. ഓക്കെ, അപ്പോ എന്താണ് ഹാപ്പിനെസ്, എന്താണ് പ്ലഷർ? ഇതിന്റെ മലയാളം മീനിങ് എന്താ? ഹാപ്പിനെസ്. ഇന്ന് ഞാൻ പറയുന്നത് പലതും നിങ്ങൾക്ക് അറിയുന്ന കാര്യമാവും, പക്ഷെ നിങ്ങൾ അതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഡെയിലി ലൈഫിൽ നടക്കുന്ന പല കാര്യങ്ങളും ഇങ്ങനെയൊക്കെയാണോ, ജസ്റ്റ് ഒന്ന് റീതിങ്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ എന്താണ് ഹാപ്പിനെസ്? ഹാപ്പിനെസ് എന്ന് പറയുന്നതിന്റെ മലയാളം ടേം സന്തോഷം എന്നാണ്. സന്തോഷം. ആൻഡ് പ്ലഷർ എന്ന് പറയുന്നതിന്റെ മലയാളം ടേം ആനന്ദം. സോ നിങ്ങൾക്ക് സന്തോഷം തരുന്ന കുറച്ച് കാര്യങ്ങൾ ഒന്ന് ടെക്സ്റ്റ് ചെയ്യോ എല്ലാവരും? സന്തോഷം തരുന്ന കാര്യങ്ങൾ. സന്തോഷം എന്ന് പറയുന്നത്, ഹാപ്പിനെസ് എന്ന് പറയുന്നത് സന്തോഷമാണ്, പ്ലഷർ എന്ന് പറയുന്നത് ആനന്ദമാണ്. സോ നിങ്ങൾക്ക് സന്തോഷം തരുന്ന കുറച്ച് കാര്യങ്ങൾ. ആർക്കും സന്തോഷമില്ലേ? ഒന്ന് ടെക്സ്റ്റ് നമുക്ക് ചെയ്യല്ലേ? ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ കിട്ടുമ്പം ഒരു സന്തോഷം കിട്ടും. പിന്നെ ഇഷ്ടപ്പെട്ട പാട്ട് കേൾക്കുമ്പം, സിനിമ കാണുമ്പം, അങ്ങനെയൊക്കെ കുറെ സന്തോഷമൊക്കെ ഉണ്ടാവും. ഇഷ്ടപ്പെട്ടവരെ കാണുമ്പോൾ സന്തോഷം തോന്നും. ഇഷ്ടപ്പെട്ട നമുക്ക് സ്ഥലത്ത് ഏറ്റവും പോകുമ്പോൾ, പ്രിയപ്പെട്ടവരെ നമുക്ക് കാണുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നും. പിന്നെ സ്ഥലങ്ങളിൽ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ പോകുമ്പോൾ, അതെ, ചെറിയ കുട്ടികളുടെ ചിരിയൊക്കെ കാണും. ഓക്കെ, സോ ഇപ്പൊ ഒരുപാട് പേര് മ്യൂസിക്, മാരേജ്, ഫെസ്റ്റിവൽ ഒക്കെ സ്പെൻഡ് വിത്ത് ഫാമിലി, ജോബ് കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ, പൈസ കിട്ടുമ്പോൾ. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആനന്ദം കിട്ടുന്ന കാര്യങ്ങൾ ഒന്ന് പറയോ? ആനന്ദം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുമ്പോഴാണ് ആനന്ദം കിട്ടുന്നത്? ഇപ്പൊ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഇത് ചെയ്യുമ്പോഴാണ് സന്തോഷം കിട്ടുക എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യുമ്പോഴാണ് ആനന്ദം കിട്ടുക? ഒന്ന് ടെക്സ്റ്റ് ചെയ്യോ ആനന്ദം, അല്ലെങ്കിൽ നിങ്ങൾ വോയിസ് ഓൺ ആക്കി പറഞ്ഞാൽ മതി. ഫ്രണ്ട്സുമായി സംസാരിച്ചിരിക്കുമ്പോൾ സന്തോഷം. ഓക്കെ, സന്തോഷം കിട്ടിയതിന്റെ ബാക്കി പത്രമാണ് ഈ ആനന്ദം എന്ന് പറഞ്ഞു. സന്തോഷം കിട്ടുന്ന ഒരു കാര്യത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അതിന്റെ ബാക്കി റിസൾട്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, മ്യൂസിക്. ഓക്കെ, ഫൈൻ. സർ പറഞ്ഞത് ഓക്കെ, ഹെൽപ്പ് ടു അതേഴ്സ്. ഇഷ്ടപ്പെട്ട ആളുടെ കല്യാണം നടക്കുമ്പോൾ, നമ്മുടെ മകളുടെയോ മകന്റെയോ, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ആളുടെ ഒരു വ്യക്തിയുടെ കല്യാണം നടക്കുമ്പോഴൊക്കെ നമുക്ക് സന്തോഷവും ആനന്ദവും ഒക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പൊ നിങ്ങൾ പറയുന്നത് ഫൈൻ, നിങ്ങൾ പറയുന്നത് സന്തോഷവും ആനന്ദവും, അത് ഇപ്പൊ കുറെ പേര് മ്യൂസിക് എന്നുള്ളത് സന്തോഷത്തിൽ ടൈപ്പ് ചെയ്തവരുണ്ട്, ആനന്ദത്തിൽ ടൈപ്പ് ചെയ്തവരുണ്ട്. അപ്പൊ മ്യൂസിക് ശരിക്കും നമുക്ക് എന്താണ് തരുന്നത്? ഞാൻ ഹാപ്പിനെസ്സും പ്ലഷറും വളരെ ഒരു സിമ്പിൾ എക്സാമ്പിൾ വെച്ചിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത്, ഹാപ്പിനെസ് എന്ന് പറയുന്നതും പ്ലഷർ എന്ന് പറയുന്നതും സന്തോഷം എന്ന് പറയുന്നതും ആനന്ദം എന്ന് പറയുന്നതും ഡിഫറെന്റ് ടേംസ് ആണ്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ ഒരു ഹെഡ്സെറ്റ് ഒക്കെ കുത്തി മ്യൂസിക് പാട്ട് കേട്ടിട്ട് വെറുതെ ഇങ്ങനെ നടക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരിക്കലും സന്തോഷമല്ല, അത് ആനന്ദമാണ്. ഇറ്റ്സ് പ്ലഷർ. ഓക്കെ, സന്തോഷം എന്ന് പറയുമ്പോൾ ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഒരു സമ്മർ സീസണിൽ നല്ലൊരു ചൂട് കാലത്ത് ഒരു ബീച്ച് സൈഡിൽ, ഇപ്പൊ നമ്മൾ കോഴിക്കോട് ബീച്ചിൽ പോയിട്ട് ഞാൻ നിൽക്കുവാണ്, അല്ലെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് തന്നെ ഒരാളെടുക്കാം. ആരപ്പം എടുക്കാം? നമ്മുടെ മണി സാർ. ഓക്കെ, മണി സാറ് കോഴിക്കോട് ബീച്ചില് പോയിട്ട് ഒരു സമ്മർ സീസണിൽ, ഒരു ഏപ്രിൽ മെയ് കാലഘട്ടത്തില് മണി സാറ് കോഴിക്കോട് ബീച്ചിൽ പോയിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, കോഴിക്കോട് ബീച്ചിൽ പോയിട്ട് നല്ല ചൂടൊക്കെയാണ് അറ്റ്മോസ്ഫിയർ. സാർ ബീച്ചിൽ പോയിട്ട് ഇരിക്കുന്ന സമയത്ത് ഒരു ഐസ്ക്രീം വണ്ടിക്കാരൻ സൈഡിലൂടെ പാസ് ചെയ്തു പോയി.
അങ്ങനെ സാർ ഒരു ഐസ്ക്രീം വാങ്ങി കഴിക്കുവാണെങ്കിൽ സാറിന് കിട്ടുന്നത് പ്ലഷർ, ആനന്ദം. ഓക്കെ. എന്നാൽ സാറ് അതേ സമയം അതേ ഒരു സമ്മർ സീസണിൽ അതേ കോഴിക്കോട് ബീച്ചിൽ സാറ് മണി സാറ് ഫാമിലിന്റെ കൂടെ സാറിന്റെ മക്കളും പേരക്കുട്ടികളും അല്ലെങ്കിൽ വൈഫോ അല്ലെങ്കിൽ ബാക്കിയുള്ള നൈബേഴ്സോ അങ്ങനെ ആരെങ്കിലൊക്കെ ഫ്രണ്ട്സോ അങ്ങനെ ആരെങ്കിലൊക്കെ കൂടെ കുറെ നേരം ഇരുന്ന് ആ മണലിലൊക്കെ കളിച്ച് കുറച്ചു നേരം സംസാരിച്ച് ബീച്ചിലൊക്കെ ഇറങ്ങി അങ്ങനെയൊക്കെ ആ ഒരു ഗ്യാതറിങ് അപ്പൊ കിട്ടുന്നതാണ് സന്തോഷം. സോ ഇത് തമ്മിലുള്ള എന്താണ് അപ്പോ നിങ്ങൾക്ക് ഏകദേശം ഒരു പിക്ചർ കിട്ടിയില്ലേ എന്താണ് സന്തോഷം, എന്താണ് ആനന്ദം എന്നുള്ളത്. നിങ്ങൾ ആദ്യം പറഞ്ഞു മ്യൂസിക് എന്നുള്ളത് പലരും സന്തോഷത്തിൽ പറഞ്ഞു. ഒരിക്കലും മ്യൂസിക് നമുക്ക് സന്തോഷമല്ല തരുന്നത്, ആനന്ദമാണ് തരുന്നത്. ഇറ്റ്സ് പ്ലഷർ. ഇതിന് രണ്ടിനും രണ്ട് ഹോർമോൺ തന്നെയുണ്ട്. സോ നമ്മൾ ആ ഹോർമോണിനെ പറ്റി പറയുന്നുണ്ട്. സോ അപ്പൊ നിങ്ങൾ ആനന്ദം കിട്ടുന്ന കാര്യങ്ങൾ പറഞ്ഞു, സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ വളരെ സിമ്പിൾ ഒരു എക്സാമ്പിളിലൂടെ പ്ലഷർ എന്താണ്, ഹാപ്പിനെസ് എന്താണെന്ന് പറഞ്ഞു. ഇനി നമുക്ക് ഒരു 6 ഡിഫറൻസുകൾ പറയാം. പ്ലഷറും ഹാപ്പിനെസ്സും തമ്മിലുള്ള ഒരു 6 ഡിഫറൻസുകൾ പറയും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് പ്ലഷർ, എന്താണ് ഹാപ്പിനെസ് എന്നുള്ളത്. ഈ പ്ലഷർ എന്ന് പറയുന്നത് നമുക്ക് തരുന്ന റിവാർഡ് അല്ലെങ്കിൽ ഈ പ്ലഷർ, ആനന്ദം, അതൊരു ഷോർട്ട് ടേം പ്രോസസ്സാണ്. ഫസ്റ്റ് ഡിഫറൻസ് ആണ്, ഷോർട്ട് ടേം പ്രോസസ്സാണ്. ഇത് വളരെ ഒരു ചുരുങ്ങിയ കാലത്തെ നമുക്ക് ആ ഒരു ആനന്ദം കിട്ടുള്ളൂ. ആനന്ദം നമുക്ക് ചെറിയൊരു സമയത്തേക്ക് കിട്ടുള്ളൂ. നിങ്ങളൊരു മ്യൂസിക് കേൾക്കുവാണെങ്കിൽ ഒരു 10 മിനിറ്റിന്റെ മ്യൂസിക് കേട്ടാൽ മാക്സിമം അതിന്റെ ഒരു പ്ലഷർ നിലനിൽക്കുക ഒരു 15 മിനിറ്റ് അല്ലേ. ഇപ്പൊ നല്ലൊരു അടിപൊളി മ്യൂസിക് കേട്ട ആ മ്യൂസിക് കേൾക്കുന്ന നിമിഷവും വേണമെങ്കിൽ അത് കഴിഞ്ഞ് കുറച്ച് നിമിഷം ആ ഒരു മ്യൂസിക് ഇങ്ങനെ കേട്ടതിന്റെ ആ ഒരു ഫീൽ കിട്ടുന്ന ആ ഒരു നിമിഷവും, അതല്ലാതെ മ്യൂസിക് കിട്ടുമോ? ഇല്ല. സോ അതാണ് പ്ലഷർ. നമുക്ക് വളരെ ഇറ്റ്സ് അതിനെ പറയുന്നത് ഇറ്റ്സ് ഷോർട്ട് ടേം ലൈക്ക് എ മീൽ. ഒരു ഭക്ഷണം കഴിക്കുന്ന പോലെ അത് ഷോർട്ട് ടേം ആണ്. എന്നാൽ ഹാപ്പിനെസ്സിലേക്ക് വരുമ്പോൾ ഇറ്റ്സ് ലോങ് ടേം ലൈക്ക് എ ലൈഫ് ടൈം. അത് ലോങ് ടേം ആണ്. ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ ലോങ് ടേം ആണ്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ എക്സാമ്പിള് ഞാൻ അധികമായിട്ട് കണ്ടത് മ്യൂസിക് ആണ്. മാരേജ് ഫെസ്റ്റിവൽ. ഓക്കെ. അപ്പോ നിങ്ങൾ ഹാപ്പിനെസ് ആണെന്നുണ്ടെങ്കിൽ അത് ലോങ് ടേം ആണ്. ഇപ്പോ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം കഷ്ടപ്പെട്ട് അതിനു വേണ്ടിയിട്ട് പരിശ്രമിച്ച് എന്തെങ്കിലും ഒരു ലക്ഷ്യം വെച്ചു. ഇപ്പൊ നമ്മൾ എപ്പോഴും പറയാറുള്ള ഗോൾ സെറ്റിംഗ്. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ഒരു 90 ദിവസത്തിന് ശേഷം എനിക്ക് ഇന്ന കാര്യം അച്ചീവ് ചെയ്യണം. അങ്ങനെ 90 ദിവസം അതിന് വേണ്ടിയിട്ട് ആ ഒരു കൾച്ചർ പാലിച്ച് അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് അതിലേക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ അത് നേടിയാൽ നമുക്ക് കിട്ടുന്നത് സന്തോഷമാണ്. അത് ഷോർട്ട് ടേം അല്ല. ഒരു 90 ഡേയ്സ് ഗോൾ അച്ചീവ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് ഒരു ഷോർട്ട് ടേം പ്രോസസ് ആണോ, അല്ലെങ്കിൽ അതിന്റെ ആ ഒരു സന്തോഷം നമുക്ക് കുറച്ചു നേരമാണോ നിലനിൽക്കുക? ഒരിക്കലല്ല. അത് ആ ഒരു കാര്യം നമുക്ക് കാണുമ്പോൾ ലൈക്ക് ഇപ്പൊ നമ്മൾ 90 ദിവസം കൊണ്ട് അച്ചീവ് ചെയ്ത പൈസ കൊണ്ട് ഒരു കാറാണ് വാങ്ങിയത്, ഒരാള് ഒരു മെർസിഡീസിന്റെ ബെൻസ് വാങ്ങി. അത് കാണുമ്പോഴൊക്കെ നമുക്ക് സന്തോഷമാണ്, അല്ലെങ്കിൽ അതിൽ പോകുമ്പോഴൊക്കെ സന്തോഷമാണ്. അതിനെപ്പറ്റി ആലോചിക്കുമ്പോൾ മുഴുവൻ സമയം നമുക്ക് സന്തോഷമാണ്. സന്തോഷം എന്ന് പറയുന്നത്, ഹാപ്പിനെസ് എന്ന് പറയുന്നത് ലോങ് ടേം ആണ്. ഇപ്പൊ ഞാന് +2 ഫുൾ A+ വാങ്ങി. അതിനെപ്പറ്റി എപ്പോ ആലോചിക്കുമ്പോഴേക്കും സന്തോഷമാണ്. ഞാന് എന്നോട് ആരെങ്കിലും ചോദിക്കാം എനിക്ക് എത്ര മാർക്ക്, അതിൽ എനിക്ക് ഫുൾ ഉണ്ട്, ഓ, അപ്പോഴൊക്കെ ഞാൻ അത് ആലോചിക്കുമ്പോഴും അതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ അതിനെപ്പറ്റി പറയുമ്പോഴെല്ലാം എനിക്ക് സന്തോഷമാണ്. അതൊരു ലോങ് ടേം പ്രോസസ്സാണ്. എന്നാൽ ഞാൻ ഇന്നലെ ഒരു പാട്ട് കേട്ടിരുന്നു. എനിക്കിപ്പോ ആ പാട്ട് കേട്ടത് ആലോചിക്കുമ്പോ അപ്പൊ കിട്ടുന്ന ഒരു ആനന്ദം എനിക്കിപ്പോ കിട്ടുന്നില്ല. എന്നാൽ ഞാൻ ഇപ്പൊ മ്യൂസിക് കേൾക്കുവാണ്, എന്നാൽ എനിക്ക് ആനന്ദം കിട്ടും. സോ ആനന്ദം എന്ന് പറയുന്നത് അതൊരു ഷോർട്ട് ടേം പ്രോസസ്സാണ്. ഓക്കെ. ആൻഡ് പ്ലഷർ, രണ്ടാമത്തെ ഡിഫറൻസ് എന്താന്ന് വെച്ചാല് പ്ലഷർ എന്ന് പറയുന്നത് ഇറ്റ്സ് വിസറൽ. യു ഫീൽ ഇറ്റ് ഇൻ യുവർ ബോഡി. നിങ്ങൾക്ക് ഉള്ളില് ഫീൽ ചെയ്യുന്ന ഒരു സംഭവമാണ്. അതായത് എന്താ പറയാ, ഒരു നമുക്ക് പ്ലഷർ എന്ന് പറയുന്നത് ആ ഒരു ഉള്ളിലൊരു ഫീലിംഗ് അല്ലേ. മ്യൂസിക് കേൾക്കുമ്പോ അല്ലെങ്കിൽ നമ്മൾ ആ ചൂടത്തെ ഐസ്ക്രീം കഴിക്കുമ്പോ അതൊക്കെ ഒരു അല്ലെ ഉള്ളിലൊരു പ്ലഷർ ഫീൽ എന്ന് പറയില്ലേ. അങ്ങനെ ഉള്ളിലാണ് നമുക്ക് ഫീൽ കിട്ടുക. നമ്മുടെ
മൈൻഡിലാണ് നമുക്ക് പ്ലഷർ കിട്ടുക. എന്നാൽ ഹാപ്പിനെസ് ആണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് അതുക്കും മേലെ, അതായത് അത് നമുക്ക് പല തരത്തിൽ നമുക്ക് ഫീൽ ചെയ്യും, പലതരത്തിൽ ഫീൽ ചെയ്യും. ഇപ്പൊ പ്ലഷർ എന്ന് പറയുന്ന ഒരു സംഭവം, ഇപ്പൊ ഞാൻ ഐസ്ക്രീം കഴിക്കുമ്പോൾ മാത്രമേ എനിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ കിട്ടുള്ളൂ. മറ്റൊരാൾ ഐസ്ക്രീം കഴിക്കുന്നത് കാണുമ്പോൾ എനിക്ക് ഒരു ആനന്ദം കിട്ടിയെന്ന് വരില്ല. പക്ഷെ ഞാന് 90 ഡേയ്സ് കൊണ്ട് അച്ചീവ് ചെയ്തൊരു മെർസിഡസ് ബെൻസിൽ മറ്റൊരാൾ പോകുമ്പോൾ പോലും നമുക്ക് ഹാപ്പിനെസ് കിട്ടും. നമുക്ക് ആ ഒരു ഹാപ്പിനെസ് ഉള്ളിൽ ഫീൽ ചെയ്യും, അല്ലെങ്കിൽ ആ ഒരു അതാണ് ആ ഒരു ഫീലിന്റെ മാറ്റം. ഓക്കെ, സോ അതിനുള്ളൊരു ടേം എന്താന്ന് വെച്ചാല് പ്ലഷർ ഈസ് വിസറൽ, പ്ലഷർ ഈസ് വിസറൽ ആൻഡ് ഹാപ്പിനെസ് ഈസ് എഥേറിയൽ, ഇഥേറിയൽ, ഹാപ്പിനെസ് ഈസ് എഥേറിയൽ. അപ്പം നമുക്ക് ഞാൻ മണിസാർ ബീച്ചിൽ ഇരുന്ന് ഐസ്ക്രീം കഴിക്കുമ്പോൾ മണിസാറിന്റെ ഉള്ളിൽ കിട്ടുന്ന ആ ഒരു ഫീല് അത് വിസറലാണ്. ആൻഡ് ഫാമിലിയുടെ കൂടെയൊക്കെ നിന്ന് ഒരുപാട് ടൈം സ്പെൻഡ് ആയി, ഇനിയിപ്പോ നമ്മളതിൽ ഇൻവോൾവ് ആവണം, ലൈക്ക് ഇൻവോൾവ് ആവുമ്പോ അല്ലെങ്കിൽ അതാണ് എഥേറിയൽ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ദ തേർഡ് ഡിഫറൻസ് ഈസ് പ്ലഷർ എന്ന് പറയുന്ന ഒരു സംഭവം നമ്മൾ ഒറ്റയ്ക്ക് അച്ചീവ് ചെയ്യുന്നതാണ്. പ്ലഷർ ഈസ് അച്ചീവ്ഡ് അലോൺ. പ്ലഷർ എന്ന് പറയുന്ന, ആനന്ദം എന്ന് പറയുന്ന കാര്യം നമ്മൾ ഒറ്റയ്ക്ക് അച്ചീവ് ചെയ്യുന്നതാണ്. എന്നാൽ ഹാപ്പിനെസ് എന്ന് പറയുന്നത് അതൊരു സോഷ്യൽ ഗ്രൂപ്പ് അച്ചീവ് ചെയ്യുന്നതാണ്. ഇപ്പൊ ഞാൻ ഒറ്റയ്ക്ക് ഒരു ചോക്ലേറ്റ് കേക്ക് ഒക്കെ കഴിക്കുവാണെങ്കിൽ, ചോക്ലേറ്റ് കേക്ക് എനിക്ക് ഇഷ്ടമുള്ളൊരു സംഭവമാണ്, എനിക്ക് ഭയങ്കര ഒരു എന്താ പറയാ കൊതിയുള്ള സംഭവമാണ് ചോക്ലേറ്റ് കേക്ക്. ഞാൻ അത് കഴിക്കുവാണെങ്കിൽ എനിക്ക് കിട്ടുന്നത് ആനന്ദമാണ്. ആനന്ദം അത് ഒറ്റക്കാണ് ഞാൻ അച്ചീവ് ചെയ്യുന്നത്. മറ്റൊരാൾ ചോക്ലേറ്റ് കേക്ക് കഴിക്കുമ്പോൾ എനിക്ക് ആ ഒരു ആനന്ദം കിട്ടില്ല. എന്നാൽ ഹാപ്പിനെസ്, ഇതേ ചോക്ലേറ്റ് കേക്ക് നമ്മളൊരു സോഷ്യൽ ഗ്രൂപ്പ്, ഒരു ബർത്ത്ഡേ പാർട്ടിയിൽ ഒരു ചോക്ലേറ്റ് കേക്ക് കഴിച്ച് ഒരുപാട് ബർത്ത്ഡേ വിഷ് ഒക്കെ ചെയ്ത് ഒരു ഗിഫ്റ്റ് ഒക്കെ കൊടുത്ത് ആ ഒരു ഗ്യാതറിങ്, അതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് ഹാപ്പിനെസ് ആണ്, സന്തോഷമാണ്. ഓക്കെ, ദെൻ അഞ്ചാമത്തെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് പ്ലഷർ ഈസ് ഗെയിൻഡ് ത്രൂ സബ്സ്റ്റൻസസ്. പ്ലഷർ നമുക്ക് കിട്ടുന്നത് സെർട്ടൈൻ സബ്സ്റ്റൻസ് മുഖേനയാണ്. ഇപ്പൊ സ്മോക്കിംഗ്, സിഗരറ്റ് വലിക്കുക ഒരു പ്ലഷർ തരുന്ന അത് നല്ലതല്ല, ഒരു പ്ലഷർ തരുന്ന ഒരു പ്രവൃത്തിയാണ്. അത് നമുക്ക് തരുന്നത് എന്താണ്? അല്ലെങ്കിൽ നേരത്തെ ഐസ്ക്രീം കഴിക്കുന്നത്, ഡ്രിങ്ക്സ്, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് നമുക്ക് തരുന്ന ആ ഒരു പ്ലഷർ, അതൊരു സബ്സ്റ്റൻസ്. ഇപ്പോ സ്മോക്കിങ്ങിലാണെങ്കിൽ സിഗരറ്റ് എന്നുള്ള ആ ഒരു സബ്സ്റ്റൻസ്, ഐസ്ക്രീം കഴിക്കുമ്പോൾ ഐസ്ക്രീം എന്ന് പറയുന്ന ആ ഒരു സബ്സ്റ്റൻസ് ആണ് നമുക്ക് പ്ലഷർ തരും. എന്നാൽ ഹാപ്പിനെസ് എന്ന് പറയുന്നത് അത് സബ്സ്റ്റൻസിൽ നിന്നല്ല, അല്ലെ? ഇപ്പോ ഒരു ബർത്ത്ഡേ പാർട്ടിയിൽ നിന്നും നമുക്ക് സന്തോഷം കിട്ടുന്നത് അതെന്തെങ്കിലും ഒരു സബ്സ്റ്റൻസ് മുഖേനയാണോ? അല്ല. ആ ഒരു ഫീല്, ആ ഒരു എൻഗേജ്മെന്റ്, അല്ലെങ്കിൽ അവിടുന്ന് കിട്ടുന്ന ആ ഒരു പോസിറ്റിവിറ്റിയാണ്. അതൊരിക്കലും ഒരു സബ്സ്റ്റൻസ് എന്നല്ല കിട്ടുന്നത്. എന്നാൽ പ്ലഷർ എന്ന് പറയുന്നത് ഒരു സെർട്ടൈൻ സബ്സ്റ്റൻസ് എന്നാണ് കിട്ടുന്നത്. സോ ദ ഫിഫ്ത്ത് ഡിഫറൻസ് ഇസ് ഹാപ്പിനെസ് ഈസ് ഗെയിൻഡ് ത്രൂ സബ്സ്റ്റൻസസ് ആൻഡ് pleasure is gained through substances and happiness is gained not from substances. Okay, then ഞാൻ ആദ്യം പറഞ്ഞു ഇതെല്ലാം മേ ബി നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാവും, പക്ഷെ നിങ്ങളൊന്ന് റിയലൈസ് ചെയ്യും. നിങ്ങൾ ആദ്യം പറഞ്ഞു മ്യൂസിക് നിങ്ങൾക്ക് സന്തോഷം തരുന്നു. ഒരിക്കലും മ്യൂസിക് നിങ്ങൾക്ക് സന്തോഷമല്ല തരുന്നത്, ആനന്ദമാണ് തരുന്നത്. ഓക്കെ, മീൻസ് ഒറ്റയ്ക്ക് ഇരുന്ന് മ്യൂസിക് കേൾക്കുന്നത് ഒരു ആനന്ദമാണ്. മേ ബി ഒരു ബർത്ത്ഡേ പാർട്ടിയിൽ ഒരു നല്ലൊരു പാട്ടിട്ട് എല്ലാവരുടെ ഡാൻസ് ചെയ്യുമ്പോൾ അതൊരു ഹാപ്പിനെസ് ആണ്. സോ ഇത് തമ്മിലുള്ള ഒരു ഡിഫറൻസ് നിങ്ങൾ റിയലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു ടോപ്പിക് തെരഞ്ഞെടുത്തതും ആൻഡ് ഇന്ന് നിങ്ങളോട് ഇത് പറയുന്നത്. എനിക്ക് ഒന്നും കൂടെ കോൺഫിഡന്റ് ആയത് ഞാൻ ഹാപ്പിനെസ് തരുന്ന കാര്യങ്ങൾ ചോദിച്ചപ്പോഴും ഇതൊക്കെ നിങ്ങൾ ഒരു ഇക്വലന്റ് ആയിട്ട് പറഞ്ഞു, അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി ഇല്ലാത്ത പോലെ പറഞ്ഞു, അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലാരിറ്റി അതാണ്, പക്ഷെ ആക്ച്വലി അതല്ല. ഓക്കെ, ഇത് രണ്ട് ടേമാണ്. ആൻഡ് സിക്സ്ത് ഡിഫറൻസ്, ആറാമത്തെ ഡിഫറൻസ് എന്താന്ന് വെച്ചാൽ ഈ പ്ലഷർ എന്ന് പറയുന്നത് അഡിക്റ്റീവ് ആണ്. പ്ലഷർ എന്ന് പറയുന്നത്
അഡിക്റ്റീവ് ആണ്. നമുക്ക് അതിനോട് പ്ലഷറിനോട് നമുക്കൊരു അഡിക്ഷൻ വരും. ഒരു സെർട്ടൈൻ ഫുഡ് ഇപ്പോ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഫുഡ് എന്ന് വെച്ചാൽ ഫ്രൈഡ് റൈസും ബട്ടർ ചിക്കനുമാണ്. അതും ഇവിടുത്തെ മഞ്ചേരി ഒരു ഹോട്ടലുണ്ട് അൽബേക്ക്. അൽബേക്കിലെ ഫ്രൈഡ് റൈസും ബട്ടർ ചിക്കൻ എന്ന് പറഞ്ഞാൽ അത് എനിക്ക് അത് കഴിക്കുമ്പോൾ ഭയങ്കര ഒരു ആനന്ദം കിട്ടും. ഓക്കെ, അത് നിങ്ങൾക്കൊക്കെ അങ്ങനെ ഉണ്ടാവും. ഒരു സെർട്ടൈൻ ഫുഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫുഡ്, അത് ചിലപ്പോൾ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയെന്നൊന്നും വരില്ല. അത് നമ്മൾ അഡിക്റ്റ് ആവില്ലേ? ഈ അഡിക്ഷൻ എന്ന് പറയുന്നത് എന്താ, നമ്മള് പോസിറ്റീവ്, അതായത് അഡിക്ഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു സ്മോക്കിങ്ങിന് അല്ലെങ്കിൽ ഒരു ഡ്രിങ്ക്സിന് മാത്രം വരുന്ന ഒരു കാര്യമല്ലല്ലോ. അഡിക്ഷൻ ആ ഒരു ഫുഡിന് അല്ലെങ്കിൽ പ്ലഷർ കിട്ടുന്ന എന്തൊരു കാര്യത്തിനും നമ്മൾ അഡിക്റ്റ് ആവും. ഞാൻ അഡിക്റ്റ് ആയിട്ടുള്ള ഒരു സാധനം ഞാൻ പറയാം, ഡയറി മിൽക്ക്. ഞാൻ നന്നായിട്ട് ഡയറി മിൽക്ക് കഴിക്കും. ഞാനത് നിർത്താൻ വേണ്ടിയിട്ട് നോക്കുന്ന ഒരു സംഭവമാണ് ഡയറി മിൽക്ക് കഴിക്കുക. ഞാൻ ഇന്നലെ 2 കഴിച്ചു. ഇന്ന് ഞാൻ ഒരു കടയിൽ പോയാൽ ഡയറി മിൽക്ക് വാങ്ങി കഴിക്കും. എനിക്കതൊരു പ്ലഷർ തരുന്നുണ്ട്. ഓട്ടോമാറ്റിക്കലി അഡിക്ഷൻ. എന്ത് മാം ചിരിക്കുന്നുണ്ട്? ഓക്കെ, സോ പ്ലഷർ അഡിക്റ്റീവ് ആണ്, എന്നാൽ ഹാപ്പിനെസ് അഡിക്റ്റീവ് അല്ല. നമ്മൾ അഡിക്റ്റ് ആവില്ല. നമ്മൾ ചിലപ്പം വിചാരിക്കും, അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ തോന്നുന്നുണ്ടാവും അത് അഡിക്റ്റീവ് ആണല്ലോ എന്നുള്ളത്. അങ്ങനെയല്ല. ഹാപ്പിനെസ് ഒരിക്കലും നമ്മൾ അഡിക്റ്റീവ് അല്ല. നമ്മൾ അഡിക്റ്റീവ് ആവണം അതിന് ഓട്ടോമാറ്റിക്കലി. ഞാൻ പറയുന്നത് നമ്മുടെ മൈൻഡിന്റെ കാര്യങ്ങളാണ്, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങളാണ്. നമ്മൾ ഉള്ളുകൊണ്ട് തന്നെ നമ്മൾ പ്ലഷറിന്, ആനന്ദത്തിന് നമ്മൾ അഡിക്റ്റ് ആവും. ഹാപ്പിനെസ്സിന് ഒരിക്കലും നമ്മൾ അഡിക്റ്റീവ് ആവില്ല, അല്ലെങ്കിൽ അതൊരു അഡിക്റ്റീവ് പ്രോസസ് അല്ല. ഹേർട്ടായിട്ട് പ്ലഷർ ഏതോ ആയിക്കോട്ടെ, ആനന്ദം തരുന്ന പല കാര്യങ്ങളും നമുക്ക് അഡിക്റ്റ് ആയാൽ അത് ഹാംഫുൾ ആണ്. സിഗരറ്റ് സ്മോക്കിംഗ് ഹാംഫുൾ അല്ലേ? ഈ ചോക്ലേറ്റ് കഴിക്കുന്നത് ഒരു പോയിന്റ് കഴിഞ്ഞാൽ ഹാംഫുൾ ആണ്. ഒരു ദിവസം നമ്മൾ മെഡിക്കലി നോക്കുകയാണെങ്കിൽ 2 ചോക്ലേറ്റ് 2 ഡയറി മിൽക്ക് ഒന്നും ഒരു മനുഷ്യൻ കഴിക്കാൻ പാടില്ല. അതിന്റെ കലോറി കാര്യങ്ങളൊക്കെ അധികമാണ്. പക്ഷെ ഞാൻ കഴിക്കുന്നുണ്ട്. എന്താ, അതൊരു അഡിക്ഷനാണ്. എന്നാൽ ഹാപ്പിനെസ് അത് നമുക്ക് അഡിക്റ്റീവ് ആവില്ല. ഇനി അഥവാ ഏതെങ്കിലും ഒരു പോയിന്റിലായാലും അത് നമുക്ക് ഹാംഫുൾ ആവില്ല. സക്സസ്ഫുൾ ആവുക അല്ലെങ്കിൽ 90 ഡേയ്സ് ഗോൾ അച്ചീവ് ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് നമ്മൾ അഡിക്റ്റ് ആവും. അതിന് അഡിക്റ്റ് ആവാൻ മീൻസ് അത് നമ്മളൊരു ഹാബിറ്റ് ആക്കി മാറ്റുക. ഓക്കെ, എന്താ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായില്ല. ഓക്കെ, സോ 7ാമത്തെ ഡിഫറൻസ് ഇതാണ്. നിങ്ങൾ ഒന്നുകൂടെ റിയലൈസ് ചെയ്യേണ്ട ഒരു കാര്യം. 7ാമത്തെ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, പ്ലഷർ എന്ന് പറയുന്നത് നമുക്ക് തരുന്ന ഹോർമോൺ ഡോപ്പമിൻ ആണ്. നമ്മൾ പറയും ഡോപ്പമിൻ റിലീസ് ഒക്കെ ചിലപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും, ഡോപ്പമിൻ എന്നുള്ള ഒരു ടേം. ഡോപ്പമിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ആണ് പ്ലഷർ എന്ന് പറയുന്ന ആനന്ദം നമുക്ക് തരുന്നത്. ഓക്കെ, ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ, അല്ലെങ്കിൽ സിഗരറ്റ് സ്മോക്കിങ്ങില്, ഡ്രിങ്ക്സ്, ആൽക്കഹോൾ യൂസ് ചെയ്യുമ്പോൾ, ഇതൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഒരാൾക്ക് കിട്ടുന്നത്, അയാളുടെ ഉള്ളിൽ നടക്കുന്നത് ഡോപ്പമിൻ റിലീസാണ്. ഡോപ്പമിൻ ആണ് പ്ലഷറിന്റെ ഹോർമോൺ. എന്നാൽ ഹാപ്പിനെസിന്റെ ഹോർമോൺ എന്താണ്? നമ്മളൊരു ഫാമിലിയുടെ കൂടെയൊക്കെ ഒരു ഗെറ്റ് ടുഗദറിൽ, ഒരു ഫാമിലി ഫംഗ്ഷൻ, ഒരു കല്യാണത്തിൽ പോയിരുന്ന് എല്ലാവരോടും സംസാരിച്ച് അവിടെ ആ ഒരു സെർട്ടൈൻ പോയിന്റില് നമുക്ക് കിട്ടുന്നത് സെറാട്ടോണിൻ ആണ്. ഹാപ്പിനെസിന്റെ ഹോർമോൺ സെറാട്ടോണിൻ. ഓക്കെ, സോ ഡോപ്പമിൻ, സെറാട്ടോണിൻ, ഡോപ്പമിൻ. സോ ഞാൻ ഇനി കുറച്ച് സമയം ഡോപ്പമിനെ പറ്റിയും സെറാട്ടോണിനെ പറ്റി പറയാം. ഓക്കെ, സോ ഡോപ്പമിൻ പ്ലഷർ ഹോർമോണാണ്. സെറാട്ടോണിൻ ഹാപ്പിനെസിന്റെ ഹോർമോണാണ്. ഡോപ്പമിനെ ഒരു ലേണിംഗ് ഹോർമോണാണ്. ഡോപ്പമിന് ഇനി പറയുന്നത് എന്തും നമ്മളെ ലോജിക്കലി കണക്ട് ആവുന്നതല്ല, നമ്മുടെ മെഡിക്കലി കണക്ട് ആയ കാര്യങ്ങളാണ്. അല്ലെങ്കിൽ ഡോക്ടർമാര്, ഞാൻ റെഫർ ചെയ്തൊരു ഡോക്ടറിൽ നിന്നാണ്. ഡോപ്പമിൻ എന്ന് പറയുന്നത് അഡ്രിനാലിൻ ഇതിന്റെ ഒരു സപ്പോർട്ട് ഹോർമോൺ അല്ലേ? ബേസിക്കലി വരുന്ന ഹോർമോൺ ഡോപ്പമിൻ, സെറോട്ടോണിൻ. ഓക്കെ, സോ ഡോപ്പമിൻ എന്ന് പറയുന്നത് ഒരു ലേണിംഗ് ഹോർമോൺ.
ലേണിംഗ് ഹോർമോണാണ്. ഈ ഡോപ്പമിൻ നമ്മളെ മനസ്സിന് അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു ബ്രെയിനിന് കൊടുക്കുന്ന മെസ്സേജ് എന്താണെന്നറിയോ? ഇത് വീണ്ടും വേണം, ഇത് വീണ്ടും ചെയ്യണോ? ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കൂലേ, ഇത് വീണ്ടും ചെയ്യണോ? മ്യൂസിക് കേൾക്കുമ്പോൾ ഇത് കുറച്ചുകൂടി ചെയ്താലോ? വീണ്ടും ചെയ്യണോ എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ ബ്രെയിൻ നിങ്ങളോട് ചോദിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളോട് ചോദിക്കുന്നുണ്ട്. ഒരു പർപ്പസ് ചെയ്യുമ്പോൾ, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ വീണ്ടും ചെയ്യണോ എന്ന് നിങ്ങളോട് ചോദിക്കുന്നുണ്ടെങ്കിൽ അത് പ്ലഷറാണ്. അത് ചെയ്യുന്ന ഹോർമോൺ ഡോപ്പമിൻ ആണ്. ആൻഡ് അത് സെറാട്ടോണിന്റെ കേസിൽ വരുവാണെങ്കിൽ ഇത് നല്ലതാണ്, ഇനി എനിക്ക് വേണ്ട എന്ന് പറയും. ഇത് നിങ്ങൾ ശരിക്കും ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾക്കൊരു ഹാപ്പിനെസ് കിട്ടുന്ന ഒരു കാര്യം, ഹാർഡ് വർക്ക് ചെയ്ത ഒരു കാര്യം നമ്മൾ നേടുക, സക്സസ്ഫുൾ ആവുക എന്ന് പറയുന്നത് ഹാപ്പിനെസ് കിട്ടുന്ന ഒരു കാര്യമാണ്. പക്ഷെ നമ്മുടെ ബ്രെയിന് ആ ഒരു ഹോർമോണിന്റെ കാര്യമായിട്ടോ ഞാൻ പറയുന്നത്, നിങ്ങളുടെ ആരുടെയും കാര്യമല്ല. ആ ഒരു സെർട്ടൈൻ ഹോർമോണിന്റെ കാര്യമാണ്. ഡോപ്പമിൻ എന്ന് പറയുന്നത് അത് വീണ്ടും ചെയ്താലോ എന്നാണ് നമ്മളോട് ചോദിക്കുക. സെറാട്ടോണിൻ നമ്മളോട് ചോദിക്കുക അത് ഓക്കെയാണ്, അടിപൊളിയാണ്, പക്ഷെ ഇനി എനിക്ക് വേണ്ട എന്ന് പറയാം. അത് ഓക്കെയാണ്, അടിപൊളിയാണ്, ഇനി എനിക്ക് വേണ്ട. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സെറാട്ടോണിൻ എന്ന് പറയുന്ന ഹോർമോണിന് നമ്മൾ അഡിക്റ്റ് ആവില്ല എന്നുള്ളത്. നമ്മൾ സക്സസ്ഫുൾ ആവണമെങ്കിൽ നമ്മൾ കഷ്ടപ്പെടണം, അല്ലെ? നമുക്ക് ആ ഒരു ഹാപ്പിനെസ് കിട്ടണമെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യം ഫിസിക്കലായിട്ടൊക്കെ ചെയ്യണം. പക്ഷെ ഡോപ്പമിൻ കിട്ടാൻ അല്ലെങ്കിൽ പ്ലഷർ കിട്ടാൻ അത്ര റിസ്ക് ഒന്നുമില്ല. ഒരു സ്പോട്ടിഫൈ എടുത്ത് പാട്ട് കേട്ടാൽ മതി. ഓക്കെ, സെമിനാമൻ പറയുന്നുണ്ട് അഡ്രിനാലിൻ എന്ന് പറയുന്നത് ഭയം, പേടി വരുമ്പോ ഉണ്ടാവുന്ന ഹോർമോണാണ് അഡ്രിനാലിൻ. നേരത്തെ ആരോ ചോദിച്ചിരുന്നു. ഓക്കെ, സോ ഇനി വേറൊരു ഹോർമോൺ ഉണ്ട്, കോർട്ടിസോൾ. കോർട്ടിസോൾ എന്താണെന്ന് അറിയാം? കോർട്ടിസോൾ നമ്മളെ ഈ ഒരു ഭാഗത്തായിട്ട്, ബ്രെയിനിന്റെ നെറ്റിയുടെ ഭാഗത്തായിട്ട് വരുന്ന ഒരു ഹോർമോണാണ് കോർട്ടിസോൾ. അത് സ്ട്രെസ് ഹോർമോണാണ്. സ്ട്രെസ് ഹോർമോണാണ്. അല്ലെങ്കിൽ നമ്മൾ സ്റ്റുപ്പിഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഇപ്പൊ നമ്മള് പെട്ടെന്ന് എടുക്കുന്ന മണ്ടത്തരമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ ഉണ്ടാവില്ല. നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ മണ്ടത്തരങ്ങളായിട്ട്, ലൈക്ക് സ്റ്റുപ്പിഡ് കാര്യങ്ങളിൽ നിന്ന് നമ്മളെ പ്രിവെന്റ് ചെയ്യുന്ന ഒരു സംഭവമാണ്. നമ്മൾ എന്തെങ്കിലുമൊക്കെ മണ്ടത്തരം തന്നെ യൂസ് ചെയ്യാം, അല്ലെ? നമ്മൾ എന്തെങ്കിലുമൊക്കെ മണ്ടത്തരമായിട്ട് ചെയ്യുമ്പോൾ അതിൽ നിന്ന് നമ്മളെ പ്രിവെന്റ് ചെയ്യുന്ന ഒരു ഹോർമോണാണ് കോർട്ടിസോൾ, സ്ട്രെസ് ഹോർമോൺ. ഓക്കെ, ഇത് പല ജീവികൾക്കും ഈ കോർട്ടിസോൾ ഇല്ല. ഇപ്പൊ ലിസാർഡ്, പല്ലി, കോർട്ടിസോൾ ഇല്ല. അവരൊക്കെ എന്താ അപ്പോ ഫ്യൂച്ചറിനെ പറ്റിയോ പാസ്റ്റിൽ നിന്നൊന്നും പഠിക്കുകയില്ല, ഫ്യൂച്ചറിൽ നിനക്ക് ഒന്നും കാണൂല. പക്ക ലിവിങ് പ്രസന്റ്. അതാണ് ലിസാർഡിന്റെ ഒക്കെ ഒരു രീതി. ഈ കോർട്ടിസോൾ കുറയുന്നവര് അങ്ങനെയാവും. ഫ്യൂച്ചറിനെ പറ്റി ആലോചിക്കില്ല, പാസ്റ്റിൽ നിന്നൊന്നും പഠിക്കില്ല, അങ്ങനെ ജീവിച്ചു പോകും. ഓക്കെ, സോ ഈ ഒരു 3 ഹോർമോണിന്റെ ബാലൻസ് ആണ് ഒരു നല്ല ലിവിങ് എന്ന് പറയുന്നത്. നമുക്ക് ഡോപ്പമിൻ വേണം. ഡോപ്പമിൻ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമുള്ള ഒരു കാര്യമാണ്. പക്ഷെ അത് ഭയങ്കര അഡിക്റ്റീവ് ആണ്. അതൊരു ലിമിറ്റ് വെച്ചിട്ടേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. മ്യൂസിക്കിന് നമ്മൾ അഡിക്റ്റ് ആവും, ഓട്ടോമാറ്റിക്കലി അഡിക്റ്റ് ആവും. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഡയറക്റ്റിന് ഓട്ടോമാറ്റിക്കലി അഡിക്റ്റ് ആണ്. ഞാനത് വേണമെന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതൊന്നും അല്ല. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞു, എനിക്ക് ഹാപ്പിനെസ് കിട്ടിയ ഒരു കാര്യം എന്താണ്? +2 എനിക്ക് ഫുൾ A+ കിട്ടിയത് ഞാൻ നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ട് വാങ്ങിയതാണ്. ഓക്കെ, അത് ഞാനങ്ങനെ ഭയങ്കര അഡിക്റ്റീവ് ആവുന്നൊന്നുമില്ല. ഇനിയും വാങ്ങണം എന്നുള്ള ഒരു ചിന്ത എനിക്കുണ്ട്. പക്ഷെ ഓട്ടോമാറ്റിക്കലി ഞാൻ അങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യുന്നില്ല. അതിന് നമ്മളെ മനസ്സ്, ഇപ്പൊ നിങ്ങളാണെങ്കിലും നിങ്ങളെ ജോബ്, അതിലൊരു പ്ലഷർ കണ്ടെത്തുവാണെങ്കിൽ, അല്ലെങ്കിൽ ജോബ് വേണ്ട, ഒരു 90 ഡേയ്സ് ഗോൾ നിങ്ങൾ സെറ്റ് ചെയ്തു, അത് വെറുതെ നിങ്ങൾ അഡിക്റ്റീവ് ആവും അതിന്? ഇല്ല. അത് ആ ഒരു മൈൻഡ് സെറ്റ് ഒക്കെ സെറ്റ് ചെയ്ത് അതിലേക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാണ്. എന്നാലേ ഒരു സിഗരറ്റ് വലിക്കുന്ന ഒരാൾക്ക് സിമ്പിൾ ആയിട്ട് വലിക്കും. അതിനു വേണ്ടിയിട്ട് എഫേർട്ട് ഇടണം. മീൻസ് അത് വാങ്ങുക അല്ലെങ്കിൽ വലിക്കുക എന്നുള്ളൊരു എഫേർട്ട് ഉണ്ട്. ഞാനൊരു റോങ് ആയിട്ടുള്ള മെസ്സേജ് നിങ്ങൾക്ക് തരുമല്ല. പക്ഷെ അത് വീണ്ടും വീണ്ടും ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് തോന്നും. ഓക്കെ, ആൻഡ് പ്ലഷർ എന്ന് പറയുന്ന ഒരു സംഭവം, അല്ലെങ്കിൽ ആനന്ദം എന്ന് പറയുന്ന ഒരു സംഭവം നമുക്ക് തരുന്നത് ഒരു റിവാർഡാണ്. ഒരു റിവാർഡ്. പ്ലഷർ ഈസ് ഈക്വൽ ടു റിവാർഡ്. എന്നാൽ അതേ സ്ഥാനത്ത് ഹാപ്പിനെസ് നമുക്ക് തരുന്നത് എന്താണെന്ന് അറിയോ? സാറ്റിസ്ഫാക്ഷൻ, സംതൃപ്തി. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സംതൃപ്തി ജീവിതത്തിൽ വേണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ ചെയ്യേണ്ടത് ഹാപ്പി ആവുക, ഹാപ്പിനെസ് ആയിട്ട് നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ്. ഞാൻ നേരത്തെ
സന്തോഷത്തിന്റെയും ആനന്ദത്തിന്റെയും ആ ഒരു ഡിഫറൻസ് പറഞ്ഞു. ആ ഒരു ഡിഫറൻസ് പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം ഇത് ഹാപ്പിനെസ് ആണോ പ്ലഷർ ആണോ എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ആൻഡ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഹാപ്പിനെസ് ഒരിക്കലും അഡിക്റ്റീവ് അല്ല. അത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എഫേർട്ട് ഇടണം. ഓക്കെ. എന്നാൽ പ്ലഷർ എന്ന് പറയുന്ന ഒരു സംഭവം അത് അഡിക്റ്റീവ് ആണ്. അത് നമ്മുടെ ബ്രെയിൻ നമ്മളോട് പറയാ അത് വീണ്ടും ചെയ്യുക എന്നുള്ളതാണ്. ചില സമയത്ത് അല്ലെങ്കിൽ മോസ്റ്റ് ഓഫ് ദ ടൈം നമുക്കത് ഹാംഫുൾ ആണ്. മ്യൂസിക് കേൾക്കുക എന്ന് പറയുന്ന ഒരു സംഭവം നമുക്ക് കുറച്ച് വേണ്ടതാണ്. പക്ഷെ അത് കൂടിയാലോ നമ്മളെ സമയം പോവും. പ്രൊഡക്റ്റീവായിട്ട് നിൽക്കേണ്ട ഒരുപാട് സമയം പോവും. സോഷ്യൽ മീഡിയ, ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ ഒക്കെ ആവശ്യമില്ലാത്ത റീൽസ് ഒക്കെ കാണാം. അതൊരു പ്ലഷർ കിട്ടുന്ന ഒരു ആനന്ദം കിട്ടുന്ന ഒരു സംഭവമാണ് അല്ലെ? ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകും. പക്ഷെ അത് അഡിക്റ്റീവ് അല്ലേ? നമ്മൾ ഒരുപാട് നല്ല പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള സമയം അല്ലെങ്കിൽ നമ്മുടെ പോസിറ്റീവ് ആയിട്ടുള്ള സമയം അത് കളയും. ഓക്കെ. സോ നിങ്ങൾക്ക് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു നോളജ്, ഹാപ്പിനെസ് എന്താണ്, പ്ലഷർ എന്താണ്, ഇതിന്റെ ഒരു വർക്ക് മെക്കാനിസം എങ്ങനെയാണ്, ഇത് നിങ്ങൾക്ക് ഇപ്പോ ഞാൻ എന്റെ ക്ലാസ്സിന്റെ ഒരു ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ ഹാപ്പിനെസ് ആണോ പ്ലഷർ ആണോ, അതിന്റെ ഒരു മാറ്റം എന്താണ്, എന്താണ് ഹാപ്പിനെസ്, എന്താണ് സന്തോഷം, എന്താണ് ആനന്ദം, ഇതെങ്ങനെയാണ് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ഇതിന്റെ ഹോർമോണൽ കാര്യങ്ങൾ, അതിന്റെയൊക്കെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ മാജിക്കിലെ നിങ്ങൾക്ക് പറഞ്ഞു തരിക, അല്ലെങ്കിൽ നിങ്ങൾ അതിനെ ഒന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്, നിങ്ങൾ അതിനെ ഒന്ന് മനസ്സിലാക്കിപ്പിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ എന്റെ ക്ലാസ്സിന്റെ ഉദ്ദേശം. ആൻഡ് ഞാൻ പറഞ്ഞു ഇത് ഭയങ്കര ഒരു മോട്ടിവേറ്റഡ് ആക്കുന്ന ക്ലാസ് അല്ല എന്നുള്ളത് ഞാൻ ആദ്യം പറഞ്ഞു. ഞാൻ എന്റെ ഫസ്റ്റ് ക്ലാസ്സിൽ ബി മാജിക്കിൽ പറഞ്ഞത് പാഷനെ പറ്റിയാണ്. ഓക്കെ. ഞാനത് അത്യാവശ്യം നിങ്ങളൊന്ന് ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. പക്ഷെ ഇന്നത്തെ ഈ ഒരു ക്ലാസ് ഒരു റിയലൈസേഷന് വേണ്ടിയിട്ട് പറഞ്ഞതാണ്. നിങ്ങൾക്ക് മനസ്സിലാവണം എന്താണ് ഹാപ്പിനെസ്, എന്താണ് പ്ലഷർ. ഹാപ്പിനെസിന്റെ പിന്നാലെ പോവാം. ദ ലാസ്റ്റ് my message is happiness is a deeper form of fulfillment. ഹാപ്പിനെസ് എന്ന് പറയുന്നത് അതൊരു ഫുൾഫിൽമെന്റിന്റെ ഒരു അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷന്റെ സംതൃപ്തിയുടെ ഒരു ഡീപ്പർ പോയിന്റ് ആണ്. ഒരു വലിയ ഒരു ആഴമേറിയ ഒരു സംഭവമാണ് ഹാപ്പിനെസ്. ഹാപ്പിനെസിനെ തേടി പോവാം. നിങ്ങളുടെ ജീവിതത്തിൽ പ്ലഷർ എന്നുള്ള ആ ഒരു സംഭവം വളരെ ആവശ്യത്തിന് മാത്രം നിലനിർത്തിക്കൊണ്ട് ഹാപ്പിനെസിനെ തേടി പോവാം. ഹാപ്പിനെസ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ മേ ബി ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഒരു കാര്യം സംഭവിക്കേണ്ടി വരും. സോ നിങ്ങളെല്ലാവരും ഹാപ്പിനെസിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുക. അല്ലെങ്കിൽ ഹാപ്പിനെസ്, പ്ലഷർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അഡിക്റ്റീവ് ആയിട്ടുള്ള പ്ലഷർ, സിഗരറ്റ് സ്മോക്കിങ്ങോ അല്ലെങ്കിൽ ഏതൊരു പ്ലഷർ, ഏതൊരു അഡിക്ഷനും, പ്ലഷർ തരുന്ന ഏതൊരു അഡിക്ഷനും, മ്യൂസിക് നിങ്ങൾ ഒരുപാട് അഡിക്റ്റ് ആണെങ്കിൽ അത് മാറ്റേണ്ട ഒരു സംഭവമാണ്. ഒരു ദിവസം എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവൻ മ്യൂസിക്കിന് ഭയങ്കര അഡിക്റ്റാന്ന് വെച്ചാൽ അവന് കേൾക്കുന്ന മെലഡീസ് ആണ്. മലയാളം മെലഡീസ് മാത്രമേ അവൻ കേൾക്കുള്ളൂ. അവൻ ഒരു ദിവസം എന്നോട് പറഞ്ഞത്, ഒരു ദിവസം 3-4 മണിക്കൂർ വെറുതെ മ്യൂസിക് കേട്ട് നടക്കുന്ന പറഞ്ഞു. രാത്രി ഒരു 7 മണി മുതൽ 9 മണി വരെയൊക്കെ. ഇവന്റെ പർപ്പസ് ഒന്നുമില്ല, ജസ്റ്റ് മ്യൂസിക് ഇടും, ഹെഡ്ഫോൺസ് കുത്തും, നടക്കും. അത് പ്രശ്നമല്ലേ? അവന്റെ നല്ല പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള സമയം പോവില്ലേ? ആ ഒരു സമയം അവൻ എക്സസൈസ് ചെയ്താലോ നല്ല കാര്യം കിട്ടും. അപ്പോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് നിങ്ങൾ ഒരുപാട് കഴിപ്പിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിന്റെ ക്വാണ്ടിറ്റി കൂട്ടാന്, ലൈക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്നൊരു പ്ലഷർ കിട്ടുന്നുണ്ട്. സ്മോക്കിംഗ് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊരു പ്ലഷർ കിട്ടിയിട്ടാണ്. സോ അത് കൺട്രോൾ ചെയ്യണം. കൺട്രോൾ യുവർ ഡോപ്പമിൻ ആൻഡ് ഇൻക്രീസ് യുവർ സെറോട്ടോണിൻ. എക്സസൈസ് ചെയ്യാന് നിങ്ങളെ മോട്ടിവേറ്റഡ് ആവുന്നുണ്ട്. എക്സസൈസ് എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ? എന്തുകൊണ്ടാണ്? അത് നമുക്ക് സെറാട്ടോണിനാണ്. എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിനിന് കിട്ടുന്ന മെസ്സേജ് എന്താ? ഓഹ് അടിപൊളിയാണ്, ശനി വേണം. സോ ട്രൈ ടു ബി ഹാപ്പി. താങ്ക് യു സോ മച്ച്. ഞാൻ വീണ്ടും പറയാണ്, എൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് നിങ്ങളൊന്ന് റിയലൈസ് ചെയ്യാന്നുള്ളതായിരുന്നു. ഫൈനലി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യത്തില് ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന് നിങ്ങൾക്ക് ഒരു റിയലൈസേഷൻ കിട്ടിയോ എന്നുള്ളത് ഒന്ന് ടെക്സ്റ്റ് ചെയ്യൂ. അല്ലെങ്കിൽ എന്താണ് റിയലൈസേഷൻ കിട്ടിയത്? ഇന്നത്തെ ഒരു ക്ലാസ് കേട്ടിട്ട് ഇപ്പൊ ഒരുപാട് പേര് ഹാപ്പിനെസ് എന്ന് പറഞ്ഞപ്പോൾ മ്യൂസിക് എന്ന് പറഞ്ഞിരുന്നു. സോ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു റിയലൈസേഷൻ നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ നിങ്ങളൊന്ന് ടെക്സ്റ്റ് ചെയ്യാം.
എന്താണ് ആ കിട്ടിയത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വോയിസ് ഓൺ ആക്കിയിട്ട് പറയും. സോ ഇത്രയേ ഉള്ളൂ. ദാറ്റ്സ് ഓൾ ഫോർ മീ. താങ്ക് യു സോ മച്ച്. ഹാവ് എ ഗ്രേറ്റ് ഡേ. താങ്ക് യു. നസ്രുദ്ദീൻ, താങ്ക് യു സോ മച്ച്. അപ്പൊ നല്ലൊരു സെക്ഷൻ ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പ്ലഷർ എന്താണ്, ഹാപ്പിനെസ് എന്താണ്. അതിലുപരി ഒരുപാട് പേർ നസ്രു പറഞ്ഞ നല്ലൊരു റിയലൈസേഷൻ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ ഒരുപാട് പേര് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സിന്ധു മാം. ഹായ്, മാജിക് മോർണിംഗ്. നസ്രു, അന്നത്തെ ശേഷം ഇന്നാണ് കാണുന്നത്. നമ്മുടെ ബി സൂപ്പർ. മാജിക്കിന്റെ മീറ്റപ്പിന് ശേഷം അതാ ഞാൻ പറഞ്ഞ അടി കഴിക്കുന്നു. ഞാൻ അങ്ങോട്ട് വരും അടിക്ക, ഡയറി മിൽക്ക് കഴിക്കാറുണ്ടപ്പോ. അപ്പൊ ഞാൻ പറയട്ടെ, ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, നമ്മൾ ഒന്നും അഡിക്റ്റ് ആവരുത്. കാരണം അഡിഷൻ എന്ന് പറഞ്ഞ സംഭവം, ഞാനൊരു ചെറിയൊരു അനുഭവം പറയാം. നമുക്ക് സമയം കുറച്ച് കുറവാണ്. ഞങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ വരുന്ന ഒരു ഹെൽത്ത് ഇൻസ്പെക്ടർ ഉണ്ടായിരുന്നു. ആ ഹെൽത്ത് ഇൻസ്പെക്ടർക്ക് ഒരു ചേട്ടന് ഒരു ഫാമിലി, അവരെ ചേട്ടനും ഭാര്യയും ജോലിക്കാരാണ്. അവർക്ക് ഒരു മകൻ ഉണ്ടായിരുന്നു. ഈ കുട്ടീനെ വീട്ടില് പേരൻസിനെ ഏൽപ്പിച്ചിട്ടാണ് ഇവര് ജോലിക്ക് പോവുക. ഒരു ഭയങ്കര തിരക്കുള്ള ആൾക്കാരാ. അപ്പൊ സാറ് ഞങ്ങൾക്ക് ക്ലാസ് എടുക്കുമ്പോ പറഞ്ഞ കാര്യം അതിട്ടാ. അപ്പൊ ഈ കുട്ടിക്ക് എന്ന് പറഞ്ഞാൽ അവര് എന്നും കൊടുക്കുക ചോക്ലേറ്റ് ആണ്. എന്നും ചോക്ലേറ്റ് ഇതായിട്ടുള്ള മിഠായി അങ്ങനെ സാധനങ്ങള് അവിടെ വാങ്ങി വെച്ചിട്ട് പോവാ. എന്നാലേ ആ കുട്ടി അവിടെ ഇരിക്കുള്ളൂ, അല്ലെങ്കിൽ കുട്ടി കരയും. 10 വയസ്സ് വരെ കുട്ടി ജീവിച്ചുള്ളൂ എന്നുള്ളതാണ്. കാരണം വേറൊരു ഭക്ഷണം കുട്ടി കഴിക്കില്ല. അപ്പോൾ ഈ സാറ് പറഞ്ഞു കൊടുക്കൂത്ര, എടാ അങ്ങനെ ചെയ്യല്ലേ, കുട്ടിക്ക് അത് വാങ്ങി കൊടുക്കരുത്, അത് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടിക്ക് അത് ദോഷമാണ്. പറഞ്ഞ് അവര് എത്ര പറഞ്ഞു കൊടുത്താലും ഇവര് വിദ്യാഭ്യാസം ഉള്ള ആൾക്കാരാണ് ഈ ചെയ്യണ കേട്ടാ. ഒന്ന് ആലോചിച്ച് നോക്കണം. എന്നിട്ട് ഈ കുട്ടിക്ക് അത് കൊടുത്ത് കുട്ടിക്ക് അവസാനം ക്യാൻസർ പോലത്തെ സംഭവം ഉണ്ടായി. കുട്ടി മരിച്ചിട്ട് ഇപ്പൊ ഒരു 4-5 വർഷമായി ഉണ്ടാവും. അപ്പൊ ആരാണ് അതിന്റെ പിന്നിൽ ഉത്തരവാദികള്? രക്ഷിതാക്കളല്ലേ. അപ്പൊ നമ്മള് ഒന്നും അഡിഷൻ ആവരുതെന്നാണ് എനിക്കിതിന്ന് കിട്ടിയ ഏറ്റവും വലിയൊരു പോയിന്റ്. പിന്നെന്ന് പറഞ്ഞാല് ഹാപ്പിനെസ്, നമുക്കൊരു എന്താ പറയാ, എന്ത് കാര്യം ചെയ്യാനും നമുക്കൊരു പ്രഷർ ഉണ്ടാവും അല്ലെ. നമുക്കൊരു പ്രഷർ, നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അതില്. അപ്പൊ നമ്മൾ അതിലൂടെ നമ്മൾ കുറെ ആനന്ദം കണ്ടെത്തുന്നവരുണ്ടാവാം. അപ്പൊ എന്തായാലും നല്ല അടിപൊളി ക്ലാസ് ആയിരുന്നു. അന്നത്തെ ശേഷം ഇന്ന് കണ്ടതിൽ ഒരുപാട് താങ്ക്സ് ഉണ്ട്. നീ എടുക്കാൻ വെച്ച ക്ലാസ്സിന്റെ അന്ന് ഞാനൊരു ക്ലാസ് എടുത്തു കൊടുത്തു എല്ലാവർക്കും. അപ്പൊ ഇനിയും നല്ല സബ്ജക്റ്റുമായിട്ട് മോള് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും ഇനിയും നല്ല സബ്ജക്റ്റുമായിട്ട് വരിക. ഓക്കെ മോനെ, ഓക്കെ. താങ്ക് യു ഓൾ. താങ്ക് യു സിന്ധു മാം. Then Preeta ma'am. Magic morning, Nasruddin. Hello. Magic morning. അയ്യോ, വണ്ടർഫുൾ സെക്ഷൻ, നല്ല ഇഷ്ടമായി. നമ്മള് ശരിക്കും ആ പോസ്റ്റ് കണ്ടുപോകുമ്പോ ഇത്രയ്ക്കും അധികം ഇതാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഹാപ്പിനെസ് എന്താ, പ്ലഷർ എന്താന്നുള്ളത് കറക്റ്റ് ആയിട്ട് ശരിക്കും നസ്രുദ്ദീൻ പറഞ്ഞ പോലെ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ഓരോ നിമിഷങ്ങളും ഇതെല്ലാം ഉണ്ട്. പക്ഷെ നമ്മൾ കറക്റ്റ് ആയിട്ട് നമുക്കത് മനസ്സിലാവില്ല എന്നുള്ളതാണ്. അതിൽ വരുന്ന ഹോർമോൺസ് എന്താണ്, എങ്ങനെയാണ് അത് നമ്മളുടെ ഡെയിലി നിത്യജീവിതത്തിൽ എന്താണ് അത് നമ്മൾ ഓരോ നിമിഷങ്ങള്, ഏത് ഹാപ്പിനെസ് ആയാലും പ്ലഷർ ആയാലും ആ ഓരോ നിമിഷത്തിൽ വരുന്ന കാര്യങ്ങളിൽ നമ്മൾ എന്താണ് അത് ഉൾക്കൊള്ളേണ്ടത് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്തായാലും വണ്ടർഫുൾ സെക്ഷൻ, ഇഷ്ടായി. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു പ്രീത മാം. ദെൻ നെക്സ്റ്റ് ആരെങ്കിലും സംസാരിക്കാൻ വരുന്നുണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യുക, അല്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. ഓക്കെ, മണി സർ. മാജിക് മോർണിംഗ്, നല്ല ക്ലാസ് ആയിരുന്നു. നല്ല ക്ലാരിറ്റി ഉണ്ടായിരുന്നു. പ്രസന്റേഷൻ നല്ല സൂപ്പർ. അപ്പൊ നമ്മൾ ഈ ഹോർമോൺസിന്റെ കാര്യം പ്രത്യേകിച്ച് പറഞ്ഞത് വളരെ ക്ലിയർ ആയി. അപ്പം ഇത് ടെമ്പററി സ്റ്റേറ്റ് ഓഫ് ഹാപ്പിനെസ് ആണ്. അതായത് കുറച്ച് നേരത്തിന് നമുക്ക് കിട്ടുന്നതാണ് ഈ പ്ലഷർ. മറ്റേത് ആഴമേറിയ ഒരു ഡീപ്പ് ഫുൾഫിൽമെന്റ് തരുന്ന കാര്യങ്ങളാണ് നമുക്ക് ഈ ഹാപ്പിനെസ് എന്ന് പറയുന്നത്. വളരെ നല്ല എക്സാമ്പിളോട് കൂടിയിട്ടാണ് വൃത്തിയായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. നൈസ് ക്ലാസ്, വണ്ടർഫുൾ ക്ലാസ്. താങ്ക് യു മണി സർ. താങ്ക് യു മണി സർ. ഓക്കെ, നമുക്ക് ടൈം ആൾമോസ്റ്റ് ആയിട്ടുണ്ട്. ഇർഫാനയ്ക്ക് ഒന്ന് പറയാൻ പറ്റുമോ? ഇർഫാന മാം, ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാവോ? ഹലോ ഇർഫാന മാം, കേൾക്കുന്നുണ്ടോ? ഓക്കെ, ആള് അൺമ്യൂട്ട് ചെയ്യുന്നില്ല. ഇറ്റ്സ് ഓക്കെ.
ഓക്കെ, ഇനി വേണ്ടി ആരെങ്കിലും എന്തെങ്കിലും അഭിപ്രായങ്ങളോ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ക്ലിയർ ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 2 മിനിറ്റ്സും കൂടെ ഉണ്ട്. അപ്പൊ ആരെങ്കിലും ഉണ്ടെങ്കിൽ മുന്നോട്ട് വരാം. മാജിക് മോർണിംഗ്. മോർണിംഗ് സർ. നസറുദ്ദീൻ, അങ്ങനെ തന്നെ വിളിക്കട്ടെ. നമ്മുടെ ഒരു നമ്മുടെ പ്രൊഫസറാണ് അവിടെ. എന്തായാലും ഇന്നത്തെ ക്ലാസ് 2 വിഭാഗത്തെ കുറിച്ച് വിശദമായി സെക്ഷൻ എടുത്ത് തന്ന നസറുദ്ദീന് നല്ലൊരു താങ്ക്സ് പറയാണ്. അതിന്റെ വ്യത്യസ്ത ഭാവങ്ങൾ എന്താണെന്നും അതിന്റെ ഉദാഹരണങ്ങൾ സഹിതം ഞങ്ങളെ ബോധ്യപ്പെടുത്തി തന്നു, വളരെ ലളിതമാക്കി തന്നതിന് നന്ദിയുണ്ട്. താങ്ക് യു. ഇപ്പോ ഓരോരുത്തർ സംസാരിക്കുമ്പോഴും ശരിക്കും ആ ഒരു ബിമാജിക്കിലെ ആ ഒരു മീറ്റപ്പിന്റെ ഇതാണ് നമ്മളെ മനസ്സിൽ വരുന്നത്. ഉണ്ണികൃഷ്ണൻ സാറൊക്കെ പറയുമ്പോൾ സാർ ആ ഒരു മീറ്റപ്പിൽ വന്നത് ഇരുന്നതൊക്കെയാണ് ശരിക്കും ഓർമ്മ വരുന്നത്. ആരാണെങ്കിലും പ്രീത മാം പറയുമ്പോഴും സിന്ധു മാം പറയുമ്പോഴൊക്കെ ആ ഒരു മീറ്റപ്പാണ് ശരിക്കും മനസ്സിൽ വരുന്നത്. മീറ്റപ്പിൽ എല്ലാവരും കയ്യിലെടുത്തില്ലേ? ഐസ്ക്രീം വന്നിട്ട് ഞങ്ങളെ ഇരുത്തി കളഞ്ഞു. ഓക്കെ, മാജിക് മോർണിംഗ്. മാജിക് മോർണിംഗ് സർ. നമ്മൾ പരിചയമില്ല, ഞാൻ പുതിയ ആളല്ല, പഴയ ആളാണ്. പക്ഷെ മീറ്റപ്പിന് എത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്റെ പേര് പ്രകാശൻ എന്നാണ്. അപ്പൊ നസറുദ്ദീൻ അല്ലേ? ഓക്കെ, താങ്ക് യു. നല്ലൊരു ക്ലാസ് ആയിരുന്നു, സൂപ്പർ. അതായത് സന്തോഷം, ആനന്ദം ഇത് രണ്ടും അനുഭവിക്കുന്നുണ്ടെങ്കിലും അതിലേക്കൊരു അത്രക്കണ്ട് അങ്ങോട്ട് തിരിച്ചറിവ് നമുക്ക് വന്നിട്ടില്ല. പക്ഷെ ഇപ്പൊ ഒരു കാര്യം വ്യക്തമാണ്, കാരണം പ്ലഷർ അല്ലെങ്കിൽ ആനന്ദം എന്നുള്ളതൊരു അഡിഷൻ ആയിട്ടുള്ളതാണെന്ന് ഉള്ളൊരു രീതിയിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ സിന്ധുമാണ് എടുത്തു പറഞ്ഞ് ഒരിക്കലും അഡിഷൻ ആവരുതെന്ന്. അപ്പോഴാണ് ഹാപ്പിനെസ് എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്നും അത് ഉണ്ടാകാൻ വേണ്ടി നമ്മൾ കഷ്ടപ്പെടണം, അപ്പോഴാണ് നമ്മൾ ഇഷ്ടപ്പെടുകയുള്ളൂ. അപ്പൊ ആ ഒരു തിരിച്ചറിവാണ് എനിക്ക് വ്യക്തമായത്. കാരണം അതൊന്ന് ശരിക്കും അറിവില്ലാത്തവരല്ല, എല്ലാവർക്കും എല്ലാം അറിയാം. പക്ഷെ ആ തിരിച്ചറിവ് വരുമ്പോഴത്തേക്കാണ് നമുക്കത് ജീവിതത്തിൽ എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്ന് നമ്മൾ തിരിച്ചറിയണം. അപ്പൊ ഏതായാലും വളരെ നല്ല ക്ലാസ് ആയിരുന്നു, സൂപ്പറാണ്. താങ്ക് യു. താങ്ക് യു മാഡം. താങ്ക് യു പ്രകാശൻ സർ. സാർ ശരിക്കും പറഞ്ഞപ്പോ ആ ഒരു റിയലൈസേഷൻ കിട്ടിയെന്ന് പറയുമ്പോ ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. കാരണം എനിക്കൊരു ഹാപ്പിനെസ് കിട്ടി, സെറാട്ടോണിൻ കിട്ടി. കാരണം എന്റെ ഉദ്ദേശവും ഞാൻ അത് പ്രിപ്പയർ ചെയ്തതും അത് പറഞ്ഞതും നിങ്ങൾക്ക് ആ ഒരു റിയലൈസേഷൻ കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു. സോ അത് കിട്ടിയെന്ന് പറയുമ്പോൾ ഞാൻ മോസ്റ്റ്ലി ഹാപ്പിയാണ്. താങ്ക് യു. ഓക്കെ, താങ്ക് യു ടീം. അപ്പോൾ നല്ലൊരു സെക്ഷൻ എടുത്ത് തന്നെ നസ്രുദ്ദീൻ, താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇനിയും നല്ലൊരു സെക്ഷനായിട്ട് നസ്രുദ്ദീൻ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. നമുക്ക് സെക്ഷൻ വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു സോ മച്ച് ടു ഓൾ. ഓക്കെ, താങ്ക് യു ഓൾ. Thank you, Gopika. Thank you all. Thank you.